ഹലോ ഗൈസ്, അപ്പൊ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് മല്ലപ്പള്ളി നടന്ന ഒരു അടിപൊളി കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്കാണ്. ഞങ്ങളുടെ സ്വന്തം ലിജിന്റെ അതുപോലെ തന്നെ ചിക്കുവിന്റെയും കല്യാണമായിരുന്നു. ഞങ്ങൾ പിന്നെ ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂട്ടരായതുകൊണ്ട് ഞങ്ങൾ രണ്ട് വീട്ടിലും കയറണം. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എക്സാക്ട് പറയുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ മല്ലപ്പള്ളിക്ക്. രാവിലെ നേരെ ഞങ്ങൾ ചെറുക്കന്റെ വീട്ടിലോട്ടാണ് വന്നത് കേട്ടോ. ചെറുക്കന്റെ വീട്ടിൽ വന്നപ്പോൾ എന്നാ ചെറുക്കൻ ഫുൾ സെറ്റ് ആയിരുന്നു കേട്ടോ. ചെറുക്കൻ ഫുൾ റെഡി ആയിട്ട് ഇന്ന ആള് ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ തിരക്കിലും ഭയങ്കര ബിസി ആയിരുന്നു. ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു, എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയി. പെണ്ണിന്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുമായിരുന്നു. രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഫോട്ടോഷൂട്ടൊക്കെ നടക്കുമായിരുന്നു. ചിക്കുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക, ഇന്നുള്ള പതിവിലും കൂടുതൽ സുന്ദരിയായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ അതിനനുസരിച്ച് ഒരുങ്ങണമല്ലോ. അപ്പോൾ അങ്ങനെ നല്ലോണം ഒരുക്കി കേട്ടോ. ആരാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഒരുക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു, ഒരുപാട് നേരം ഇങ്ങനെ കളിന്തമാശയൊക്കെ പറഞ്ഞൊരു ടൈം ആയപ്പോഴത്തേനും ഞങ്ങൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുമായിട്ട് വലിയ ദൂരമില്ല, ഒരു 5 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ പള്ളിയിലോട്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. ചിക്കുവിൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങൾക്കുള്ളത് വളരെ വലിയൊരു ആത്മബന്ധമാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളും ചിക്കുവിൻ്റെ ഫാമിലിയായിട്ടും ഉള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് മമ്മി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്നെ അച്ഛനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് തമ്പിയെങ്കിലും അതുപോലെ തന്നെ ഷേർലി ആൻറ്റി ആയിരുന്നു, ചിക്കുവിൻ്റെ പപ്പയും മമ്മിയും. അതുപോലെ തന്നെ ഞാനും ചിക്കുവും കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുവിടുന്നതും തിരിച്ച് പിക്ക് ചെയ്യുന്നതൊക്കെ ഷേർലി ആൻറ്റി ആയിരുന്നു. ചിക്കുവിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തമ്പിയെങ്കിലും ഷേർലി ആൻറ്റിയും പഞ്ചാബിലെ ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോവുകയായിരുന്നു. ഇതുപോലെ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് വഴിയെ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ചിക്കുവിൻ്റെയും ലിജിൻ്റെയും കല്യാണം കഴിഞ്ഞു. അവർ പുതിയൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതിനുശേഷം വെഡ്ഡിംഗ് റിസപ്ഷൻ നടന്നത് മല്ലപ്പള്ളിക്ക് അടുത്തുള്ള ഏഡൻ ഗാർഡൻ കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു. എടുത്തു പറയേണ്ടത് ആ സ്റ്റേജും കൂടാണ് കേട്ടോ. ആ സ്റ്റേജ് കറക്റ്റ് ലിജിൻ്റെയും ചിക്കുവിൻ്റെയും അറ്റയറുമായിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ഹെവൻലി ഫീലായിരുന്നു നമ്മളവിടെ നിന്നപ്പോൾ. എല്ലാം കൊണ്ട് നല്ല അടിപൊളി കല്യാണമായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റിൽ ചിക്കുവിൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും അതുപോലെ തന്നെ സിബ്ലിങ്സിൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് കാണാൻ പറ്റിയിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ചിക്കുവും ലിജിനും ഒരുമിച്ച് വർഷങ്ങളോളം സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ യുവർ ഹേ അക്കു സൈനിങ് ഓഫ്.